ഹലോ, ഒരു 5 സെക്കൻഡ് കൊണ്ട് നമ്മുടെ മൂഡ് മാറ്റാൻ പറ്റിയ ഒരു മാജിക്കിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്നില്ലേ? അപ്പോ എന്താണ് ആ ഒരു മാന്ത്രിക വിദ്യയെന്ന് നമുക്ക് നോക്കിയാലോ? നമ്മുടെ ഓരോ ദിവസത്തിലും ചിലപ്പോഴൊക്കെ ഒരു ചെറിയ മാന്ത്രിക സ്പർശം കിട്ടിയിരുന്നെങ്കിൽ എന്ന് തോന്നാറില്ലേ? ആകെ മൂഡ് ഓഫ് ആയിരിക്കുമ്പോഴൊക്കെ. അപ്പോ നമ്മുടെ ദിവസങ്ങളെ കുറച്ചുകൂടി ബ്രൈറ്റ് ആക്കാൻ സഹായിക്കുന്ന അങ്ങനെയൊരു സിമ്പിൾ മന്ത്രത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അതെ, നിങ്ങൾ കേട്ടത് കറക്റ്റാണ്. വെറും 5 സെക്കൻഡ്. അതിശയം തോന്നുന്നുണ്ടല്ലേ? എങ്ങനെ വെറും 5 സെക്കൻഡ് കൊണ്ടൊരു മാറ്റം വരുമെന്ന്? പക്ഷേ സത്യത്തിൽ ഇത്രയും കുറഞ്ഞ സമയം മതി നമ്മുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് മാറ്റം കൊണ്ടുവരാൻ. അപ്പോ വളരെ സിമ്പിളും എന്നാൽ പവർഫുള്ളുമായ ഈ ആശയം നമുക്ക് പറഞ്ഞു തരുന്നത് ഡോക്ടർ നീതു കെ.എസ്. ആണ്. അവരൊരു ഹാപ്പിനെസ് ഹീലർ കോച്ചാണ്, അതായത് ആളുകളെ സന്തോഷം കണ്ടെത്താൻ സഹായിക്കുന്ന ഒരാൾ. അപ്പോ അവരുടെ ഈ വിദ്യയുടെ പിന്നിലെ ആ ഒരു രഹസ്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ശരി, അപ്പോ എങ്ങനെയാണ് ഈ 5 സെക്കൻഡ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? വളരെ സിമ്പിളായിട്ട് ഒരു 4 സ്റ്റെപ്പുകളിലൂടെ നമുക്കിത് മനസ്സിലാക്കാം. ഇത് ശരിക്കും വളരെ സിമ്പിളാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ്, പതുക്കെ മന്ത്രിക്കുക. ഇനി എന്താ മന്ത്രിക്കേണ്ടത്? നന്ദി എന്ന്. ആരോടാ പറയേണ്ടത്? വേറെ ആരോടുമല്ല, നിങ്ങളോട് തന്നെ. എന്തിനു വേണ്ടി? ആ ദിവസത്തെ ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തിന്. കണ്ടില്ലേ, ഈ ഒരു ലാളിത്യം തന്നെയാണിതിന്റെ ഏറ്റവും വലിയ പവർ. ഇനി ഈയൊരു പ്രാക്ടീസ് എളുപ്പമാക്കാനും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒന്നാക്കി മാറ്റാനും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ ചുറ്റുമുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലാണ്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോ ഈ ചെറിയ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാവാം? അത് ശരിക്കും വളരെ ചെറിയ കാര്യങ്ങൾ മതി. ചിലപ്പോ നിങ്ങൾ രാവിലെ കുടിച്ച ആ ഒരു ചൂട് ചായ, അതിന് നന്ദി പറയാം. അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് അയച്ച ഒരു നല്ല മെസ്സേജിന്. എന്തിനേറെ, നമ്മൾ ഇന്ന് ജീവനോടെ ഇരിക്കുന്നു എന്ന ഒരു വലിയ സത്യത്തിനു പോലും നമുക്ക് നന്ദി പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈയൊരു കാര്യം ചെയ്തു. ഇനി ഇതിന്റെ ഒരു ഇമോഷണൽ മെന്റൽ റിസൾട്ട് എന്തായിരിക്കും? ഈ ഒരു ചെറിയ പ്രവൃത്തി നമ്മളിൽ ശരിക്കും എന്ത് മാറ്റമാണ് ഉണ്ടാക്കുന്നത്? ചില ദിവസങ്ങളിൽ നമ്മുടെയൊക്കെ മനസ്സ് ഒരു മൂടിക്കെട്ടിയ ആകാശം പോലെ ആയിരിക്കും, അല്ലേ? ഭയങ്കര ഭാരമായിരിക്കും. പക്ഷെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒന്ന് നന്ദി എന്ന് പറയുമ്പോൾ ആ ഭാരമൊക്കെ അങ്ങ് പോയി മനസ്സ് തെളിഞ്ഞ ഒരു ആകാശം പോലെ ലൈറ്റ് ആകുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. ഗ്രാറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നന്ദി എന്ന ആ ഒരു ഫീലിംഗുമായി ബന്ധപ്പെട്ട ആ ഒരു സോഫ്റ്റ് അനുഭവം വിവരിക്കാൻ ഡോക്ടർ നീതുവിന്റെ ഈ വാക്കുകൾ തന്നെ ധാരാളമാണ്. ആ ഒരൊറ്റ നന്ദി നമ്മുടെ ഹൃദയത്തിലുണ്ടാക്കുന്ന ഒരു തണുപ്പ്, ഒരു ആർദ്രത, അത് ശരിക്കും അനുഭവിച്ചു തന്നെ അറിയണം. അപ്പോ ചുരുക്കി പറഞ്ഞാല് നന്ദി എന്ന് പറയുന്നത് നമ്മുടെ ആത്മാവിന്റെ ഭാരം കുറയ്ക്കുന്ന ഒരു അത്ഭുത ഫീലിംഗ് ആണ്. ഈ ഒരു പ്രാക്ടീസിലൂടെ നമ്മൾ ശരിക്കും ഉണർത്തുന്നത് ആ ഒരു വികാരത്തെയാണ്. ഓക്കെ, ഇനി നമുക്ക് ആവശ്യമുള്ളപ്പോഴൊക്കെ ഒരു എനർജി ബൂസ്റ്റ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂൾ പരിചയപ്പെട്ടാലോ? നമുക്കിതിനെ സന്തോഷത്തിന്റെ മണിനാദം എന്ന് തന്നെ വിളിക്കാം. ഇതാണ് ആ മന്ത്രം. നന്ദി എന്റെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുന്നു. കുറച്ച് ഡല്ലായിട്ടുള്ള ദിവസങ്ങളിൽ അല്ലെങ്കിൽ മനസ്സാകെ തളർന്നിരിക്കുമ്പോൾ ഈ ഒരു സിമ്പിൾ വാക്യം നിങ്ങളോട് തന്നെ ഒന്ന് പറഞ്ഞു നോക്കൂ. ഒരു വലിയ മാറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇനി ഈ ഒരു നല്ല ശീലം നമ്മളിൽ മാത്രം ഒതുക്കി വെക്കേണ്ട ഒന്നല്ല. ഇതെങ്ങനെ നമുക്ക് മറ്റുള്ളവരിലേക്ക് കൂടി പടർത്തുന്നൊരു പുഞ്ചിരിയായി മാറ്റാമെന്ന് നോക്കിയാലോ? ഒരുപക്ഷേ ഇതായിരിക്കും ഇതിലെ ഏറ്റവും മനോഹരമായൊരാശയം. നമ്മുടെ സന്തോഷം നമ്മളിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് കൂടി പടരുമ്പോൾ അതൊരു വലിയ ശക്തിയായി മാറും. അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഭാഗമാകാൻ ഈ ഒരു സന്ദേശം നമ്മളെ എല്ലാവരെയും പ്രേരിപ്പിക്കുന്നുണ്ട്. അപ്പോ നമ്മളിത് പറഞ്ഞു നിർത്തുമ്പോൾ എനിക്ക് നിങ്ങളോടൊരു ചോദ്യം ചോദിക്കാനുണ്ട്. ഇപ്പോ ഈ നിമിഷം തന്നെ നമ്മൾ ഈ പഠിച്ച കാര്യം ഒന്ന് പ്രാവർത്തികമാക്കിയാലോ? ഏത് ചെറിയ കാര്യത്തിനാണ് നിങ്ങൾ ഇന്ന് നന്ദി എന്ന് മനസ്സിൽ പറയാൻ പോകുന്നത്? ഒന്ന് ചിന്തിച്ചു നോക്കൂ, കണ്ടെത്തൂ. ആ ഒരു 5 സെക്കൻഡ് നിങ്ങൾക്കായി തന്നെ മാറ്റിവെക്കൂ.